അല്പസമയം മുമ്പ് അനീഷിനോട് അനുമോള് സംസാരിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ അനീഷ് പറയുന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, ഇനി ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കേണ്ടെന്ന്. പോസ്റ്റ്മോർട്ടം എന്നൊക്കെ കേട്ടപ്പോൾ മറ്റു കുടുംബങ്ങളൊക്കെ ആകെ ഞെട്ടിരിക്കട്ടോ, എന്തൊക്കെയാണ് അവർ പറയുന്നത്. അത്തരത്തിലാണ് ലൈവിലെ പോക്ക്. എന്തായാലും ഇനി ഇതിനുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കണമെങ്കിലും ലാലേട്ടൻ വരണം. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേട്ടോ അനീഷ് നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ പെട്ടുപോയിരിക്കുന്നത് അനുമോളാണ്. അത്തരത്തിലാണ് ലൈവിലെ കാര്യങ്ങൾ. നമുക്ക് വീട്ടിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അല്പസമയം മുമ്പ് അനീഷിൻ്റെ അടുത്തേക്ക് അനുമോൾ പോകുന്നുണ്ട് സംസാരിക്കാനായിട്ട്. രാവിലെയും ഉച്ചയ്ക്കും പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അല്പസമയം മുമ്പ് പോയിട്ട് അനുമോൾ സംസാരിക്കാൻ പോകുമ്പോൾ അനീഷ് പറയുന്നത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഈ വിഷയം ഇവിടെ അവസാനിച്ചു, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, ഇനി ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കേണ്ട. അത് പറയുമ്പോൾ അക്ബർ കേൾക്കുന്നുണ്ട് കേട്ടോ. പോസ്റ്റ്മോർട്ടോ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇവരോട് ചോദിക്കുകയാണ്. എന്തായാലും ഈ വിഷയം ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടില്ല. തീയിട്ട് അത് ആളി കത്തിച്ചിട്ട് അനീഷ് അങ്ങോട്ട് പോയി. പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. രാവിലെ സംസാരിച്ചു. അപ്പം അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് പോയിട്ട് പിന്നീട് അനുമോൾ സംസാരിക്കാൻ വരുമ്പോഴൊന്നും അനീഷ് സംസാരിക്കാനായിട്ട് കാണുന്നില്ല. അനീഷ് പറയുന്നത് സംസാരിക്കേണ്ടെന്നാണ്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ലാലേട്ടൻ വരുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കട്ടെ എന്ന് അനീഷ് കരുതിയോണ്ടാണെന്നറിയില്ല. ഇപ്പം ആകെ മൊത്തത്തിൽ അനീഷ് ആകെ വിഷമിച്ച് ആകെ ഡൗൺ ആയിട്ട് നടക്കുകയാണ്. ഇത് കാണുമ്പോൾ ഒരുപക്ഷെ സിമ്പതി വോട്ടുകളൊക്കെ ഒരുപാട് അനീഷിന് കിട്ടാൻ സാധ്യതയുണ്ട്. അനീഷിന് ഇത്രമാത്രം മാനസിക സങ്കടം ഉണ്ടാകാനായിട്ട് അനുമോൾ റിജക്ഷൻ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അനുമോൾ റിജക്റ്റ് ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അനീഷ് ഇതുവരെ ഒന്നും മിണ്ടുന്നില്ല, ആരോടും മിണ്ടുന്നില്ല. ഇങ്ങനൊരു മൗനം പാലിച്ചാണ് നടക്കുകയാണ്. ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നു. വന്ന സമയത്തുള്ള അനീഷല്ലേ ഒറ്റപ്പെടൽ ആ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. ഇതിനൊരു അവസരം കാത്തിരുന്ന പോലെയാണ് കേട്ടോ എനിക്ക് ലൈവ് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഇത് ഷാനവാസ് പറഞ്ഞു കഴിഞ്ഞു. ഷാനവാസിനോട് പറഞ്ഞത് ആദിലയാണ്. ഒരുപക്ഷെ അത് അനുവിൻ്റെ കുഴി അതിൽ തോണ്ടിയ പോലെ ആയിപ്പോയി. ഇപ്പം ഞാൻ കരുതിയത് ഷാനവാസ് അറിഞ്ഞു കഴിയുമ്പോൾ അത് ആ സെൻസിലെടുക്കും, ഇത്രത്തെ പറഞ്ഞ് മനസ്സിലാക്കും എന്നൊക്കെയാണ്. പക്ഷേ ഷാനവാസ് അതൊരു ഗെയിമായിട്ട് എടുത്ത് അനുമോളെ തിരിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പക്ഷേ നെഗറ്റീവായിട്ട് വരാൻ സാധ്യത അനുമോൾക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ ലാലേട്ടൻ വന്ന് കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. അപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു മനസ്സിൽ ധരിച്ചിട്ടായിരിക്കും അനീഷ് നിൽക്കുന്നുണ്ടാവുക. അനീഷ് മൗനവ്രതത്തിലാകെ സങ്കടപ്പെട്ട് ആരോടും മിണ്ടാതെ ഒറ്റപ്പെട്ട് നടക്കുകയാണ്. അനുമോളെ പിന്നാലെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല. ലാലേട്ടൻ വരുന്ന ദിവസം ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഈ ഒരു വിഷയത്തിൽ മുന്നോട്ടുള്ള ഒരു ചർച്ച ഉണ്ടാവുന്നത്. അത് ഇതിൽ അനുമോളുടെ ഭാഗത്ത് അനുമോൾ ഒരിക്കലും അത് അതിലെടുത്ത് പറയാൻ പാടില്ലായിരുന്നു. എന്തൊക്കെയാണെങ്കിലും അത് അനീഷിനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ അനീഷിന് തോന്നിയിട്ടുണ്ടാവും. അത് അനീഷ് അറിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല. എങ്കിൽ പോലും ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അനുമോൾ അതിലെടുത്ത് നൂറെടുത്ത് ഈ കാര്യം പറയാൻ പാടില്ലായിരുന്നു. അതാ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അത് ഷാനവാസിൻ്റെ അടുത്തും പറഞ്ഞു. ഇപ്പം ഇനി ഇത് അറിയാനായിട്ട് വീട്ടിൽ ബാക്കിയുള്ളത് അക്ബറും നിവിനും സാബുമാനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞു. ഒരു പക്ഷേ ലാലേട്ടൻ വരുമ്പോൾ ഇത് ബാക്കിയുള്ളവരോടൊക്കെ പറയും. അത് വേറൊരു കാര്യം. എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടോ, അത് പ്രേക്ഷകരെ കാണിക്കാത്തതാണോ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അത് വൈകുന്നേരത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാൻ അറിയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ, അത് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾ നമ്മുടെ ഈ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.